ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ ഇടാട്ടെ. ഞാൻ ഇന്നിരിക്കുന്നത് കുറെ ബുക്സിന്റെ ഇടയിലാണ്. കാണാണ്ടല്ലോ അല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ കടയാണ്, ടൗണിലുള്ളൊരു കടയാണ്. ഇതിന്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് പഠിക്കുന്നവർക്കാണത് കൂടുതലായിട്ട് അറിയാന്ന് പറഞ്ഞ പോലെ നമ്മൾ ബുക്സിന്റെ വില ഇന്നത്തെ അറിയാലോ, എന്ത് വിലയാണ്. നമുക്കത് ക്ലിയർ ചെയ്ത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ എന്താണെങ്കിൽ ഈ കാണുന്നതൊക്കെ ബുക്സുകൾ തന്നെയാണ്. ഇതിപ്പോ ആളെ എഴുതി തന്നൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിട്ട്. എനിക്ക് കൂടുതലായിട്ട് വലിയ അറിവൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. എൻട്രൻസിന്റെ ബുക്സുകള്, അതായത് എൻട്രൻസിനുള്ള ബുക്സുകള്, അത് പഴയതും പുതിയതും. ഇപ്പൊ നമ്മുടെ കയ്യിലിപ്പോ പഴയതുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ മുന്നേ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, ഇപ്പൊ ഞങ്ങളുടെ കാലത്തുള്ള പോലെ തന്നെ നമ്മളിപ്പോ 10ത്തെ തിരിച്ചു കൊടുത്തിട്ട് +2ന്റെ മേടിക്കാന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഴയ ബുക്സുകള് ഇവരിത്ര ശതമാനം നോക്കിയിട്ട് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിനുള്ള ബുക്സുകൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടും, റയറായിട്ട്. അതായത് വളരെ അപൂർവമായിട്ട്. ഞാനും ഈ കടയിൽ പണ്ട് ഇരുന്നിട്ടുള്ള ഒരു കടയാണ്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരും വന്ന് ചോദിക്കുമ്പോ, കാരണം ഇന്ന ബുക്സ് ഉണ്ടാവോ, അത് ഞങ്ങൾക്കത് കിട്ടണം, അത് എവിടെ നിന്ന് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വളരെ അപൂർവമാണ്. ഇതുപോലത്തെ ഒരു കട ടൗണില് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു കട മാത്രമാണ്. വേറെ കടകളുണ്ട്, പക്ഷെ ഇത്രയ്ക്കും വലിയ ഏത് ബുക്ക് വന്ന് ചോദിച്ചാലും നമുക്ക് അത് ഇവിടുന്ന് തപ്പി എടുത്ത് തരും. ബഷീർ ഉള്ള വാപ്പിയുണ്ട്, അതുപോലെ തന്നെ അവരെല്ലാവരും കൂടിയിട്ട് നടത്തണത്. അപ്പോൾ ഞാൻ മുഴുവൻ പറഞ്ഞില്ല. എൻട്രൻസ് ബുക്സ്, എഞ്ചിനീയറിംഗ് ബുക്സ്, മെഡിക്കൽ ബുക്സ്, സ്കൂൾ ബുക്ക്, മലയാളം നോവല്, ഇംഗ്ലീഷ് നോവല്, അങ്ങനെ തുടങ്ങി. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ബുക്സുകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അറിയാലോ, നമ്മുടെ എഴുത്തുകാരന്മാരും എഴുത്തുകാരികളുടെയും സാംസ്കാരിക നായകരുടെയും ഒക്കെ പുസ്തകങ്ങള് നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇത് മോഡൽ ഗേൾസ് അല്ലേ, മോഡൽ ഗേൾസിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ബുക്ക് അവിടെ ഇട്ടിട്ടുണ്ട്, ചെറുത്. റൗണ്ടിലാണ്. മോഡൽ ഗേൾസിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബുക്സുകൾ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കണ്ടാവും, കുറച്ച് പഴയ ബുക്കുകള്. ആ വഴി കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചാൽ മതി, ബുക്സ് ആൻഡ് ബുക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ബാങ്ക് ഓഫ് ബറോഡയുടെ താഴെയാണ്, ആ ബിൽഡിങ്ങിൽ തന്നെ താഴെയാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് അകലെന്ന് നോക്കി കഴിഞ്ഞാല് നമുക്കത് എവിടെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോ അത് അവർക്കാണ് ഓരോ കാര്യങ്ങൾ, അവർക്കാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാനിത് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ എൻട്രൻസ്, അതുപോലെ തന്നെ ബയോളജി, ഇതൊക്കെ എന്തിന്റെ വേണമെങ്കിൽ, അതായത് നമുക്ക് ഇപ്പൊ നിലവിലുള്ള പഠിപ്പിലെ ഉള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ ബുക്കുകളും ഇവിടുന്ന് കിട്ടുന്നതാണ്. മിതമായ നിരക്കിൽ കിട്ടുന്നതാണ്. ഞാൻ എന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം, വിളിക്കാം. അപ്പോ നിങ്ങളത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനാട്. ഓക്കെ, താങ്ക് യു.
ടിക്കറ്റ് വേറെ